Hi dears, welcome to ACHUS DESIGN. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ബീഡ്സ് ആണ് നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് ബീഡ്സ് ആണ് വേണ്ടത്. ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ്. അപ്പോൾ നിക്ക് വന്നിട്ട് പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം നിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കൊരു ലൈൻ വരയ്ക്കുക. ഇതുപോലെ റൗണ്ടിൽ തന്നെ നമ്മൾ ലൈൻ വരയ്ക്കുക, നിക്ക് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ അതിന് ശേഷം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം അടുത്ത ഒരു ലൈനും കൂടെ നമ്മൾ ഇതുപോലെ നിക്ക് പോലെ തന്നെ വരച്ചെടുക്കുക. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ കർവ് ഷേപ്പിൽ ഇതുപോലെ വരച്ചെടുക്കുക. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഡിസൈനർ പാർട്ടി വെയർ സൽവാറിൻ്റെ നെക്ക് പാറ്റേൺ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ബോർഡർ ഭാഗം ഒന്ന് ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നോർമൽ നീഡിലും നോർമൽ ത്രെഡുമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മുൻപിലേക്ക് നീക്കിയിട്ട് വേണം നീഡിലെടുക്കാനായിട്ട്. എന്നിട്ട് ബാക്കിലേക്ക് അടുത്ത ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ബാക്ക് സ്റ്റിച്ച് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിലേക്കാണ് നമ്മൾ ഈ ഒരു ബീഡ് വർക്ക് നമ്മൾ ചെയ്തു പോകുന്നത്. ഒരുപാട് ഗ്യാപ്പ് വരത്തില്ല. എന്നാൽ നമുക്ക് ഓരോ ബീഡ്സായിട്ട് നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫിനിഷിങ് നമുക്ക് ഈ ഒരു വർക്കിന് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ആരി നീഡിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആരി നീഡിൽസൊക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ടഫായിരിക്കും. അപ്പോൾ സാധാരണ നോർമൽ നീഡിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പാർട്ടി വെയർ സൽവാർ സെറ്റൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഓരോ ബീഡ് വെച്ചിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു പാർട്ടി വെയർ സൽവാറിന് ഏറ്റവും നല്ല ഭംഗിയായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ബോർഡർ ഭാഗമൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കണം. ഇനി പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഗ്യാപ്പൊക്കെ ഇല്ലേ, ആ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. കുറച്ച് അടുപ്പിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്നാൽ തീരെ തിക്കായിട്ട് അടുപ്പിക്കേണ്ട. നമുക്ക് കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടതിന് ശേഷം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ അതിനകത്ത് ഇതുപോലെ തന്നെ ബാക്കിയും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിക്ചറിൽ കാണുന്ന പോലെ ആദ്യം നമുക്ക് ഞാൻ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ നിക്ക് മാർക്ക് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു ലൈൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്, ബീഡ്സൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലാസ്റ്റ് ഒരു ലൈൻ കൊടുത്ത് നമ്മൾ കർവ് ഷേപ്പിൽ നമ്മൾ വരച്ചിട്ടില്ലേ, ആ ഒരു ഭാഗമാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ ബോർഡറൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തത്. അതിൻ്റെയും ബോർഡർ, രണ്ടാമത്തെ ലൈൻ്റെയും ബോർഡർ ഞാൻ ഇതുപോലെ വരച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർവ് ഷേപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കുക. അത് ഇതുപോലെ ഓരോ ബീഡ്സായിട്ട് അതിന് നമുക്ക് കർവ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതും ബാക്കിലേക്ക് തന്നെ നമുക്ക് ബീഡ്സ് എടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് കേട്ടോ. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ്.
ഇതിൻ്റെ പിന്നെ നെക്ക് ഭാഗത്ത് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ഈ ഒരു ഡിസൈൻ. പിന്നെ സ്ലീവിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഡിസൈൻ താഴെ ഭാഗത്തേക്ക് വരുന്നത്. ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് നമുക്ക് താഴത്തെ ഭാഗം കൂടെ നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോകാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ഗ്യാപ്പ് കണ്ടോ, ആ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ നമുക്ക് ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ബീഡ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഓരോ മുകൾ ഭാഗം, അതായത് നമ്മുടെ കർവ് ഷേപ്പിൽ നമ്മൾ ചെയ്തില്ലേ, അതിൻ്റെ ഓരോ മുകളിലത്തെ ഭാഗത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു 2 കട്ട് ബീഡ്സ് എടുക്കുക. 2 കട്ട് ബീഡ്സും ഒരു സ്മോൾ ബീഡും കൂടെ എടുത്തിട്ട് നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ 2 കട്ട് ബീഡും അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറിലെ സ്മോൾ സൈസ് എടുത്താൽ മതി. എന്നിട്ട് താഴേക്ക് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു 2 ബീഡിൻ്റെയും സെൻറ്റർ ഭാഗത്ത് ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്തേക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണിത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ സൽവാർ സെറ്റാണിത്. ഇതിന് ദുപ്പട്ടയും നമുക്കിതുപോലെ തന്നെ ചെയ്യാം. പിന്നെ സ്ലീവിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്ലീവ് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും ഞാൻ കരുതുന്നു. ഇത് കസ്റ്റമൈസ്ഡ് വർക്കായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് നിങ്ങൾക്കും ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടിയുണ്ട്. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ഫ്യൂച്ചർ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്